നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ മങ്കടമീൻ എങ്ങനെ വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ വൃത്തിയാക്കാം എന്നതിനെക്കുറിച്ചാണ്. ഇത് നല്ല ഫ്രഷ് മങ്കടയാണ്. സാധാരണ മീനുകളെ അപേക്ഷിച്ച് ഇതിൻ്റെ തൊലി കളയുന്നതിനും മുറിക്കുന്നതിനും ഒരു പ്രത്യേക രീതിയുണ്ട്. നമുക്കെന്നാൽ വീഡിയോയിലേക്ക് കടന്നാലോ. ആദ്യമായി മീനിൻ്റെ ചിറകുകൾ മുറിച്ച് മാറ്റണം. മങ്കടയുടെ വശങ്ങളിലും മുകളിലും താഴെയുമായി കട്ടിയുള്ള ചിറകുകൾ ഉണ്ടാകും. മൂർച്ചയുള്ള ഒരു കത്രികയോ കത്തിയോ ഉപയോഗിച്ച് ഇവ ശ്രദ്ധാപൂർവം നീക്കം ചെയ്യണം. ഇതിന് ശേഷം മീനിൻ്റെ ചിറകുകൾ മാറ്റാം. തലയുടെ ഭാഗത്ത് കട്ടിയുള്ള ഭാഗം പതുക്കെ പൊക്കി ചിറകുകൾ മുഴുവനായും വലിച്ചെടുക്കാം. ഈ മങ്കടയുടെ പ്രത്യേകത ഇതിൻ്റെ കട്ടിയുള്ള തൊലിയാണ്. കറി വെക്കുമ്പോഴും വറക്കുമ്പോഴും ഈ തൊലി കളയുന്നത് നല്ലതാണ്. തലയുടെ ഭാഗത്തു നിന്ന് ഒരു ചെറിയ മുറി ഉണ്ടാക്കി അവിടെ നിന്ന് കൈ കൊണ്ടോ കത്തി കൊണ്ടോ പതുക്കെ വലിച്ചാൽ തൊലി ഉരിഞ്ഞു പോരും. വീഡിയോ കാണുന്ന പോലെ ശ്രദ്ധിച്ച് ചെയ്താൽ മീനിൻ്റെ ഇറച്ചി പോകാതെ നന്നായിട്ട് വൃത്തിയായിട്ട് തൊലി എടുക്കാൻ നമുക്ക് സാധിക്കും. ഇതുപോലെ തന്നെ കത്രിക ഉപയോഗിച്ച് മറുവശവും ഇതുപോലെ വൃത്തിയായിട്ട് തൊലി ഉരിഞ്ഞെടുക്കണം. ഏകദേശം മീൻ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീനുകൾ കഷ്ണങ്ങളാക്കാം. ആദ്യം തല മുറിച്ച് മാറ്റാം. തലക്കറി വെക്കാൻ എടുക്കുന്നുണ്ടെങ്കിൽ അതിനുള്ളിലെ അഴുക്കുകൾ നന്നായിട്ട് കളയണം. അതിനുശേഷം മീനിൻ്റെ ശരീരഭാഗം നിങ്ങൾക്ക് ആവശ്യമുള്ള വലിപ്പത്തിൽ മുറിച്ചെടുക്കാം. വറക്കാനാണെങ്കിൽ വട്ടത്തിൽ അല്പം കട്ടി കുറച്ച് മുറിക്കാം. ഇനിയിപ്പം കറി വയ്ക്കാനാണെങ്കിൽ വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഒരു മീൻ നല്ല വൃത്തിയായിട്ട് വെട്ടി തന്നിട്ടുണ്ട്. ഇത് ഞാൻ വീഡിയോ പിടിക്കാൻ വേണ്ടിയാണ് ഈ ഒരെണ്ണം സെപ്പറേറ്റ് എടുത്ത് വെട്ടിച്ചത്. നമ്മൾ 1 കിലോ മീനാണ് വാങ്ങിയത്. ബാക്കി മീനുകളും ഇതുപോലെ തന്നെ പയ്യെ വെട്ടിത്തരുന്നുണ്ട്. പിന്നെയുണ്ടല്ലോ, ഈ മീനിൻ്റെ ഉൾഭാഗത്ത് രക്തം കട്ട പിടിച്ച ഭാഗങ്ങളുണ്ടെങ്കിൽ അത് കത്തി കൊണ്ട് ചുരണ്ടിക്കളയാൻ മറക്കരുത്. ഇനി നമ്മൾ ഈ മുറിച്ച് വെച്ചേക്കുന്ന മീനിൻ്റെ ഉളുമ്പുമണം മാറാൻ വേണ്ടി അല്പം വിനാഗിരിയോ ഉപ്പോ അല്ലെങ്കിൽ നാരങ്ങാ നീരോ ചേർത്ത് കഴുകുന്നത് വളരെ നല്ലതാണ്. ഉളുമ്പുമണം പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. ഈ വീഡിയോയിൽ പ്രധാനമായും നമുക്ക് പഠിക്കാനുള്ളത് 4 കാര്യങ്ങളാണ്. അത് എന്താണെന്ന് വെച്ചാൽ മങ്കടകളുടെ ചിറക് കളയുന്നത് എങ്ങനെയാണെന്നും മങ്കട മീൻ എങ്ങനെ എളുപ്പത്തിൽ തൊലി ഉരിഞ്ഞെടുക്കുന്നതിനെക്കുറിച്ചും പിന്നെ മീനുകളുടെ കഷ്ണങ്ങളാക്കുന്നത്, അതായത് വറക്കുന്നതിനൊരു രീതി, കറി വയ്ക്കുന്നതിന് വേറൊരു രീതിയിലാണ് മീൻ കഷ്ണങ്ങളാക്കുന്നത്. പിന്നെ മീനിൻ്റെ ഉളുമ്പ് മണം മാറാൻ വേണ്ടി ഉപയോഗിക്കുന്ന രീതി, അതിൽ വിനാഗിരിയും ഉപ്പും അല്ലെങ്കിൽ നാരങ്ങാനീരും ഉപയോഗിച്ച് നമുക്കിതിൻ്റെ ഉളുമ്പ് മണം മാറ്റാൻ സാധിക്കും. അപ്പം മീനുകളെല്ലാം വളരെ വൃത്തിയായിട്ട് തന്നെ പയ്യെ വെട്ടി തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടി കഷ്ണങ്ങളാക്കുന്നത് കാണാം. മങ്കട മീൻ വൃത്തിയാക്കാൻ ഇതിലും എളുപ്പമായുള്ള വഴികൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോയുമായി ഞങ്ങൾ ഇനിയും വരും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ കട സ്ഥിതി ചെയ്യുന്നത് കുടയമ്പടിയിലാണ്. ഈ കട കുടയമ്പടിയിൽ ഗുരുമന്ദിരത്തിൻ്റെ ഓപ്പോസിറ്റാണ്. ഇവിടെ നിന്നാണ് ഞങ്ങൾ മിക്കവാറും മീനുകൾ വാങ്ങാറുള്ളത്. ഇവരുടെ സമീപനം വളരെ നല്ലതാണ്. ഇതിൻ്റെ ഓണർ ഒരു രഞ്ജിത്ത് രമണൻ. അദ്ദേഹത്തെ ഇവിടെ കാണാറില്ല. കൂടുതലായും ആനന്ദ് എന്ന് പറഞ്ഞൊരാളാണ്. നല്ലൊരു സമീപനമാണ്. ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പം നമുക്കിവിടെ മീൻ വെട്ടി വൃത്തിയാക്കി തരും. ഇന്ന് നമ്മൾ ഓർഡർ ചെയ്തില്ലായിരുന്നു, അല്ലെങ്കിൽ നമുക്കെല്ലാം വൃത്തിയാക്കി തരുന്നതാണ്. നമ്മൾ ഇന്ന് വന്ന വഴിക്ക് ഇവിടെ നിന്ന് വാങ്ങി. നല്ല അടിപൊളിയായിട്ട് ഇവർ വെട്ടി വൃത്തിയായിട്ടാണ് നമുക്ക് തരുന്നത്. എല്ലാവരും ഇവിടെ വന്ന് വാങ്ങണം. ഇവിടെ മീനിന് നല്ല വിലക്കുറവുണ്ട്. നമ്മൾ പല സ്ഥലത്തുനിന്ന് വാങ്ങിക്കുന്നതുകൊണ്ട് നമുക്ക് മീനിൻ്റെ വില അറിയാൻ പറ്റും. ഇത് വരുന്നത് നല്ല ഫ്രഷ് മീനാണ് വരുന്നത്. പച്ചയോട് വന്നിട്ട് അപ്പം തന്നെ വൈകുന്നേരത്തിനുള്ളിൽ ഇത് സോൾഡ് ഔട്ട് ആയി പോകും. എല്ലാവരും ഇവിടെ അടുത്തുള്ളവർ ഇത് മിനിമം ഇവരുടെ സർവീസ് ലഭ്യമാക്കണം. അപ്പം എല്ലാവരും വാങ്ങാൻ നോക്കുക.
ഇതാ മങ്കടമീൻ ഇപ്പോൾ ഇവിടെ പാകം ചെയ്യാൻ റെഡിയായിട്ടുണ്ട്. മങ്കടമീൻ വൃത്തിയാക്കാൻ ഇതിലും എളുപ്പമായുള്ള വഴികൾ നിങ്ങൾക്കറിയാമെങ്കിൽ എനിക്കൂടി പറഞ്ഞു തരണേ. അതിനായി താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമുക്ക് മങ്കടമീൻ വെട്ടി വൃത്തിയാക്കാൻ സാധിക്കും. ഇനി ആരും മങ്കടമീൻ വൃത്തിയാക്കാൻ വേണ്ടി പേടിക്കേണ്ട. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക, അഭിപ്രായങ്ങൾ പറയുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുവെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോകളുമായി ഞങ്ങൾ ഇനിയും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.